എല്ലാവർക്കും സ്വാഗതം. +1 കെമിസ്ട്രിയിലെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്നറിയപ്പെടുന്ന ചാപ്റ്ററിലെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ 2 പോയിന്റുകളാണ് ഇന്ന് സംസാരിക്കുന്നത്. അതിലൊരെണ്ണം കൈനറ്റിക് തിയറി എന്നറിയപ്പെടുന്ന ഗ്യാസിന്റെ അല്ലെങ്കിൽ ഗ്യാഷ്യസ് സ്റ്റേറ്റിന്റെ ഫണ്ടമെന്റൽ പ്രോപ്പർട്ടിയായ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്നറിയപ്പെടുന്ന ഒരു കൺസെപ്റ്റും, പിന്നെ അതുപോലെ തന്നെ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ് എന്നറിയപ്പെടുന്ന മറ്റൊരു കൺസെപ്റ്റും. അപ്പൊ ഇന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അതിലൊരെണ്ണം ഗ്യാസിന്റെ കൈനറ്റിക് തിയറിയെ പറ്റിയാണ്. അതുപോലെ തന്നെ മറ്റൊരെണ്ണം ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ് എന്നറിയപ്പെടുന്ന ഒരു കൺസെപ്റ്റ്. അപ്പൊ അതിൽ നമുക്ക് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, അപ്പൊ നമുക്ക് ഒരു ഇന്ത്യൻ ഫിലോസഫി ഉണ്ട്. പഞ്ചഭൂതങ്ങൾ എന്നറിയപ്പെടുന്ന 5 അവസ്ഥകളെ പറ്റി സംസാരിക്കുന്നുണ്ട്. അപൃഥ്വി, തേജോ, വായു, ആകാശ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന അപ് എന്നറിയപ്പെടുന്ന ജലവും പൃഥ്വി എന്നറിയപ്പെടുന്ന ഭൂമിയും തേജസ് എന്നറിയപ്പെടുന്ന അഗ്നിയും പിന്നെ വായു, പിന്നെ ആകാശം എന്നറിയപ്പെടുന്ന 5 അവസ്ഥകൾ കൊണ്ട്, 5 സ്റ്റേറ്റ്സ് കൊണ്ട് നമ്മുടെ ഭൂമി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നമ്മുടെ ഇന്ത്യൻ കൺസെപ്റ്റ് തന്നെ പറയുന്നുണ്ട്. അപ്പൊ അതേസമയം അതിനെ ഒന്ന് ഗ്രീക്ക് ഫിലോസഫിയിലേക്ക് നമ്മൾ കൊണ്ടുവന്നാൽ, ഗ്രീക്ക് ഫിലോസഫി അനുസരിച്ച് നമ്മൾ ജലം അല്ലെങ്കിൽ അപ്പ് എന്ന് പറയുന്ന സ്ഥാനത്ത് ലിക്വിഡ് സ്റ്റേറ്റുകളെ പറ്റി സംസാരിക്കാറുണ്ട്. ലിക്വിഡിനെ പറ്റിയും നമ്മൾ ഭൂമി എന്ന് പറയുന്ന അതേ സ്ഥാനത്ത് സോളിഡിനെ പറ്റിയും, പിന്നെ നമ്മൾ അഗ്നി എന്ന് പറയുന്ന അതേ സ്ഥാനത്ത് പ്ലാസ്മ എന്നറിയപ്പെടുന്ന അവസ്ഥയും, പിന്നെ നമ്മൾ വായുവെന്നും ആകാശമെന്നും പറയുന്ന 2 സ്റ്റേറ്റുകൾ ചേർത്തിട്ട് ഗ്യാഷ്യസ് സ്റ്റേറ്റുകളെ പറ്റിയും പറയാറുണ്ട്. ഓക്കെ, അപ്പൊ ഗ്രീക്ക് ഫിലോസഫി അനുസരിച്ച് മാറ്ററിന്റെ സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നമ്മൾ പറയണം അവിടെ ഗ്യാഷ്യസ് സ്റ്റേറ്റ് ഉണ്ട്, ലിക്വിഡ് സ്റ്റേറ്റ്, സോളിഡ് സ്റ്റേറ്റ്, പിന്നെ ഒരു പ്ലാസ്മ സ്റ്റേറ്റ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അവരുടെ 4 കൺസെപ്റ്റുകളാണ് അവർ പറയാറുള്ളത്. നമ്മൾ പഞ്ചഭൂതങ്ങൾ 5 അവസ്ഥകളെ പറ്റി നമ്മൾ പറയുന്നുവെങ്കിൽ ഗ്രീക്ക് ഫിലോസഫി അനുസരിച്ച് നമുക്ക് 4 സ്റ്റേറ്റുകളെ പറ്റി പറയാം. അപ്പൊ അതിൽ തന്നെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഗ്യാഷ്യസ് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ പറഞ്ഞു 2 കാര്യങ്ങൾ, കൈനറ്റിക് തിയറിയും അതുപോലെ തന്നെ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷേഴ്സും. അപ്പൊ ലിക്വിഡ് സ്റ്റേറ്റിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അതേസമയം സോളിഡ് സ്റ്റേറ്റിനെ പറ്റി നമുക്ക് അടുത്ത വർഷം അല്ലെങ്കിൽ +2 സോളിഡ് സ്റ്റേറ്റിനെ പറ്റി നമുക്ക് സംസാരിക്കാം. പ്ലാസ്മയെ പറ്റി കാര്യമായി നമുക്ക് ഒന്നും പറയാനും ഇല്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ചാപ്റ്ററിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിനകത്ത് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്നാണ് ഹെഡിങ് എങ്കിലും ഗ്യാഷ്യസ് സ്റ്റേറ്റിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, ലിക്വിഡ് സ്റ്റേറ്റിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. സോളിഡ് സ്റ്റേറ്റിനെ പറ്റി നമുക്ക് ഈ വർഷം പറയാനില്ല, അത് അടുത്ത വർഷം നമുക്ക് പറയാം. ഓക്കെ, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ടോപ്പിക്കിലേക്ക് വന്നാൽ, നമ്മുടെ കൈനറ്റിക് തിയറിയെ പറ്റി സംസാരിച്ചാൽ, കൈനറ്റിക് തിയറി അവതരിപ്പിച്ചത് 2 ശാസ്ത്രജ്ഞന്മാരാണ്. ഒരാള് മാക്സ്വെൽ എന്നറിയപ്പെടുന്നുണ്ട്, മറ്റൊന്ന് ബോൾട്സ്മാൻ ആണ്. ഈ 2 ശാസ്ത്രജ്ഞന്മാരുടെയും നിഗമനങ്ങളെ, അതായത് അവർ കണ്ടുപിടിച്ചിരിക്കുന്ന ആ കൺസെപ്റ്റുകളെ നമ്മൾ സാധാരണ പോസ്റ്റുലേറ്റുകൾ എന്ന് പറയാറുണ്ട്. പോസ്റ്റുലേറ്റ്സ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ സംസാരിക്കുന്ന ഈ പോസ്റ്റുലേറ്റിന്റെ പ്രത്യേകത, ഈ പോസ്റ്റുലേറ്റ് ഈ ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായങ്ങളാണ്. അപ്പൊ അത് ചിലപ്പോൾ പിന്നീട് തെറ്റെന്നോ ശരിയെന്നോ ഒക്കെ ആൾക്കാർ ചിലപ്പോൾ വ്യാഖ്യാനിച്ചെന്ന് വരും. അത് 2ാമത്തെ കാര്യം. പക്ഷെ എന്ത് തന്നെയാലും ശരി, നമ്മൾ ആ കൺസെപ്റ്റിലേക്ക് വന്നാൽ പോസ്റ്റുലേറ്റുകളെ പറ്റി സംസാരിക്കണം. അപ്പൊ കൈനറ്റിക് തിയറിയുടെ പോസ്റ്റുലേറ്റ് എന്നറിയപ്പെടുന്ന 1-2 കാര്യങ്ങളുണ്ട്. അപ്പൊ അതില് കൈനറ്റിക് തിയറിയുടെ 1ാമത്തെ പോസ്റ്റുലേറ്റ് അനുസരിച്ച് ഏതൊരു ഗ്യാസിന്റെയും ഫണ്ടമെന്റൽ പാർട്ടിക്കിളിനെ നമ്മൾ വിളിക്കേണ്ട പേര് ഗ്യാസ് മോളിക്യൂൾ എന്ന പേര് ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ പുതിയൊരു വാക്ക് മാക്സ്വെല്ലും ബോൾട്സ്മാനും അവതരിപ്പിച്ചിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, അത് ഗ്യാസ് മോളിക്യൂളിനെ പറ്റിയാണ്. ഒരു ഗ്യാസിന്റെ ഫണ്ടമെന്റൽ പാർട്ടിക്കിളിനെ, ഏറ്റവും അടിസ്ഥാനമായ പാർട്ടിക്കിളിനെ വിളിക്കേണ്ട പേര് ഗ്യാസ് മോളിക്യൂൾസ് എന്ന് പറയണം എന്ന് മാക്സ്വെല്ലും ബോൾട്സ്മാനും പറയുന്നുണ്ട്. അത് 1ാമത്തെ പോസ്റ്റുലേറ്റ്. ഈ 2ാമത്തെ പോസ്റ്റുലേറ്റ് വന്നാൽ, ഹൈഡ്രജൻ എന്ന ഗ്യാസിന്റെ ഗ്യാസ് മോളിക്യൂൾ ഇതുപോലെയൊക്കെയാണെന്ന് വെച്ചോ. അതായത് ഹൈഡ്രജൻ എന്ന ഗ്യാസിന്റെ ഗ്യാസ് മോളിക്യൂൾ എല്ലാം തന്നെ ഒരുപോലെയാണ്. ഓക്സിജൻ എന്നറിയപ്പെടുന്ന ഗ്യാസിന്റെ ഗ്യാസ് മോളിക്യൂൾ ഇങ്ങനെയാണെന്ന് വെച്ചോ. ഓക്സിജൻ എന്ന ഗ്യാസിന്റെ ഗ്യാസ് മോളിക്യൂൾ എല്ലാം തന്നെ ഒരുപോലെയാണ്. പക്ഷേ
ഹൈഡ്രജന്റെ ഗ്യാസ് മോളിക്കൂളും ഓക്സിജന്റെ ഗ്യാസ് മോളിക്കൂൾ തമ്മിൽ സാദൃശ്യം ഇല്ല, ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇതെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു ഗ്യാസിന്റെ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് എല്ലാം തന്നെ, അല്ലെങ്കിൽ ഒരു ഗ്യാസിന്റെ ഗ്യാസ് മോളിക്കൂൾ എല്ലാം ഐഡന്റിക്കൽ ആണ്, ഒരു ഗ്യാസിന്റെ ഗ്യാസ് മോളിക്കൂൾ എല്ലാം ഐഡന്റിക്കൽ ആണ്. പക്ഷേ ദേ ആർ ഡിഫർ ഫ്രം ഗ്യാസ് മോളിക്കൂൾ ഓഫ് അതർ ഗ്യാസ് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അത് രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് അനുസരിച്ച് ഏതൊരു ഗ്യാസിന്റെ ഫണ്ടമെന്റൽ പാർട്ടിക്കിളിനെ ഗ്യാസ് മോളിക്കൂൾ എന്ന് പറയണം. രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് ഒരു ഗ്യാസിന്റെ ഗ്യാസ് മോളിക്കൂൾ എല്ലാം ഐഡന്റിക്കൽ ആയിരിക്കും, പക്ഷേ അത് മറ്റൊരു ഗ്യാസിന്റെ ഗ്യാസ് മോളിക്കൂളായിട്ട് സാദൃശ്യം ഉണ്ടാവില്ല എന്ന് ഓർമ്മിക്കുക. ഇനി മൂന്നാമത്തെ കാര്യം, ഗ്യാസ് മോളിക്കൂളിന്റെ പ്രത്യേകത അതിന്റെ മൂവ്മെന്റ് റാൻഡം ആണ്, തോന്നും പോലെ മൂവ് ചെയ്യുന്ന ഒരാളാണ് ഗ്യാസ് മോളിക്കൂൾ. അപ്പൊ അതുകൊണ്ട് തന്നെയുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ they collide with each other and walls of the container, ഇരിക്കുന്ന പാത്രത്തിന്റെ വാളിലും ചെന്നിരിക്കാൻ കഴിയുന്നു എന്ന് അവിടെ ഓർമ്മിക്കുക. അപ്പോൾ 4 പോസ്റ്റുലേറ്റുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൽ ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് അനുസരിച്ച് ഗ്യാസിന്റെ ഫണ്ടമെന്റൽ പാർട്ടിക്കിളിനെ ഗ്യാസ് മോളിക്കൂൾ എന്ന് പേരിട്ട് വിളിക്കണം. രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് ഒരു ഗ്യാസിന്റെ ഗ്യാസ് മോളിക്യൂൾസ് എല്ലാം ഐഡന്റിക്കൽ ആണ്, പക്ഷെ അത് മറ്റൊരു ഗ്യാസിന്റെ ഗ്യാസ് മോളിക്യൂളായിട്ട് ഡിഫറൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇനി മൂന്നാമത്തെ കാര്യം, ഗ്യാസ് മോളിക്യൂളിന്റെ മൂവ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ടാണ്, അത് റാൻഡം മൂവ്മെന്റ് ആണെന്ന് പറഞ്ഞു. നാലാമത്തത് അതിനെ തുടർന്ന് വരുന്നൊരു കാര്യം, they collide with each other and walls of the container, ഇരിക്കുന്ന പാത്രത്തിന്റെ വാളിലും ചെന്നിരിക്കുന്നു എന്ന് നമ്മൾ കണ്ടു. ഇനി ഈ വാളിൽ ചെന്നിരിക്കുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അടുത്ത് നമ്മൾ പറയണം പ്രഷറിനെ പറ്റി. പ്രഷർ ഈസ് due to collision of gas molecule on the walls of the container. അപ്പോൾ കൈനറ്റിക് തിയറി അനുസരിച്ച് ഒരു ഗ്യാസിന്റെ പ്രഷർ എങ്ങനെ ഉണ്ടാവുന്നു എന്ന് ചോദിച്ചാൽ it is due to the collision of gas molecule on the walls of the container എന്ന് പറയാം. ഓക്കെ, 5 പോസ്റ്റുലേറ്റുകൾ റെഡി ആയിട്ടുണ്ട്. ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് അനുസരിച്ച് ഗ്യാസിന്റെ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ ഗ്യാസ് മോളിക്യൂൾ. രണ്ടാമത്തത്, ഗ്യാസ് മോളിക്യൂൾസ് ഓഫ് എ പർട്ടിക്കുലർ ഗ്യാസ് ആർ സിമിലർ ബട്ട് ദേ ആർ ഡിഫറെന്റ് ഫ്രം ഗ്യാസ് മോളിക്യൂൾ ഓഫ് അതർ ഗ്യാസ്. മൂന്നാമത്തെ പോസ്റ്റുലേറ്റ് അനുസരിച്ച് ഗ്യാസ് മോളിക്യൂൾസ് ആർ ഇൻ റാൻഡം മൂവ്മെന്റ്. നാലാമത്തെ പോസ്റ്റുലേറ്റ്, സോ ദേ കൊളൈഡ് വിത്ത് ഈച്ച് അതർ ആൻഡ് വാൾസ് ഓഫ് ദി കണ്ടെയ്നർ. അഞ്ചാമത്തെ പോസ്റ്റുലേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ പ്രഷറിനെ പറ്റിയാണ്. പ്രഷർ ഓഫ് എ ഗ്യാസ് ഈസ് ഡ്യൂ ടു ദ കൊളീഷൻ ഓഫ് ഗ്യാസ് മോളിക്യൂൾ ഓൺ ദ വാൾസ് ഓഫ് ദി കണ്ടെയ്നർ. ഇനി ആറാമത്തെ പോസ്റ്റുലേറ്റിൽ വന്നാൽ നമുക്കറിയാം ഒരു ഗ്യാസ് മോളിക്യൂൾ ഇത്രയേ ഉള്ളൂ, പക്ഷെ അതേസമയം ഒരു ഗ്യാസ് ഇരിക്കുന്നത് ഇത്രയും നിറച്ചുണ്ടെന്ന് വെച്ചോ. ഇത്രയും വലിയ ഗ്യാസ് ടോട്ടൽ വോളിയം നോക്കുന്ന സമയത്ത് ഒരു ഗ്യാസ് മോളിക്യൂളിന്റെ വോളിയം തീരെ ഇല്ല, അല്ലെങ്കിൽ തീരെ ചെറുതാണ്, തീരെ നെഗ്ലിജിബിൾ ആണ് എന്ന് നമ്മൾ സാധാരണ മനസ്സിലാക്കാറുണ്ട്. അപ്പൊ ആറാമത്തെ പോസ്റ്റുലേറ്റിൽ അങ്ങനെയാണ്. വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂളിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾ ഈസ് നെഗ്ലിജിബിൾ കമ്പയർഡ് ടു ടോട്ടൽ വോളിയം ഓഫ് ഗ്യാസ്. ഒരു ഗ്യാസ് മോളിക്യൂളിന്റെ വോളിയം എന്നുള്ളത് നെഗ്ലിജിബിളി സ്മോൾ ആണ് കമ്പയർഡ് ടു ദ ടോട്ടൽ വോളിയം ഓഫ് ഗ്യാസ്. അപ്പോൾ അഞ്ചാമത്തെ പോസ്റ്റുലേറ്റ് ഞാൻ പ്രഷറിനെ പറ്റി സംസാരിച്ചെങ്കിൽ ആറാമത്തതിൽ ഒരു ഗ്യാസ് മോളിക്യൂളിന്റെ വോളിയത്തിനെ പറ്റി സംസാരിക്കുന്നു. ഇനി ഏഴാമത്തതില് കൈനറ്റിക് എനർജിയും ടെമ്പറേച്ചറും തമ്മിലുള്ള ബന്ധമാണ്. നമുക്കറിയാം ഓരോ ഗ്യാസ് മോളിക്യൂൾ ഇങ്ങനെ കണ്ടിന്യൂസ് കൊളീഷനിലായതുകൊണ്ട് തന്നെ ഓരോ ഗ്യാസ് മോളിക്യൂളിന്റെ വെലോസിറ്റി വ്യത്യാസമുണ്ട്, ഓരോ ഗ്യാസ് മോളിക്യൂളിന്റെ കൈനറ്റിക് എനർജി വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കൈനറ്റിക് എനർജിയെ പറ്റി പറയുന്ന സമയത്ത് ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്, ആവറേജ് കൈനറ്റിക് എനർജി. ഇനി നമുക്കറിയാം ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് സ്പീഡ് കൂടുന്നുണ്ട്, അല്ലെങ്കിൽ കൈനറ്റിക് എനർജിയിൽ വ്യത്യാസം വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കെൽവിൻ സ്കെയിലാണ്, അല്ലെങ്കിൽ അബ്സല്യൂട്ട് സ്കെയിലാണെന്ന് ഓർമ്മിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പോസ്റ്റുലേറ്റിനെ പറ്റി നമുക്ക് പറയാം, ആവറേജ് കൈനറ്റിക് എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഇൻ അബ്സല്യൂട്ട് സ്കെയിൽ, അല്ലെങ്കിൽ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറയാം. അപ്പോൾ അഞ്ചാമത്തെ പോസ്റ്റുലേറ്റിൽ നമ്മൾ പ്രഷറിനെ പറ്റി സംസാരിച്ചെങ്കിൽ, ആറാമത്തെ പോസ്റ്റുലേറ്റിൽ ഒരു ഗ്യാസ് മോളിക്യൂളിന്റെ വോളിയത്തിനെ പറ്റി സംസാരിച്ചെങ്കിൽ, ഏഴാമത്തെ പോസ്റ്റുലേറ്റിൽ നമ്മൾ കൈനറ്റിക് എനർജി, ഗ്യാസിന്റെ കൈനറ്റിക് എനർജിയും ടെമ്പറേച്ചറും തമ്മിലുള്ള ബന്ധത്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യം സംസാരിക്കുന്ന കാര്യം അത് തന്നെയാണ്, കൈനറ്റിക് തിയറിയുടെ പോസ്റ്റുലേറ്റുകളാണ്. മാക്സ്വെല്ലും ബോൾട്സ്മാനും അവതരിപ്പിച്ച പോസ്റ്റുലേറ്റ് ആണ്. അതിൽ 6 നമ്മൾ കണ്ടു, 7 നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓക്കെ, അടുത്ത നമ്മൾ കൊളീഷൻ ഉണ്ടെങ്കിലും ഗ്യാസ് മോളിക്യൂൾ തമ്മിൽ ഇന്ററാക്ഷൻ ഇല്ല എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മളിപ്പോ ബസ്സിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മൾ പല ആൾക്കാരുമായിട്ട് കൊളിഷൻ നടത്താറുണ്ട്. നമ്മൾ ഉത്സവ പറമ്പിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത് പല ആൾക്കാരുമായിട്ടൊക്കെ ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ നടക്കാറുണ്ട്. ട്രെയിനിൽ നിന്ന് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ട്രെയിനിലോട്ട് കയറുന്ന സമയത്ത് ആൾക്കാരുമായിട്ടൊക്കെ കൊളിഷൻ നടത്താറുണ്ട്. പക്ഷെ അവിടെ കൊളിഷൻ നടന്നു എന്ന് പറഞ്ഞാലും അവിടെ തമ്മിൽ ഒരു ഇന്ററാക്ഷൻ ഇല്ല. അതായത് നമ്മൾ ഈ കൊളിഷൻ നടത്തിയ ആൾ ആരെന്ന് പോലും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ആ ഒരു അട്രാക്ഷനോ റിപ്പൽഷനോ ഒന്നും നമുക്ക് വരാറില്ല. അതുപോലെ തന്നെയാണ് ഗ്യാസ് മോളിക്യൂളിന്റെ പ്രത്യേകത. ഗ്യാസ് മോളിക്യൂൾ ഇങ്ങനെ കണ്ടിന്യൂസ് മൂവ്മെന്റിലാണെങ്കിലും അത് കൊളിഷനിലുണ്ടെങ്കിലും ഗ്യാസ് മോളിക്യൂൾ പരസ്പരം ഒരു അട്രാക്ഷനും ഇല്ല, അതുപോലെ തന്നെ റിപ്പൽഷനും ഇല്ല എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് ഈ 8ാമത്തെ പോസ്റ്റുലേറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ദർ ഇസ് നോ interaction between
ഗ്യാസ് മോളിക്യൂൾ തമ്മിൽ ഒരു ഇന്ററാക്ഷനും ഇല്ല എന്ന് പറയുന്ന എട്ടാമത്തെ പോസ്റ്റുലേറ്റ് ഓർമ്മിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ആദ്യത്തെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത് ഫൈനലായിട്ട് ഒന്നുകൂടെ ഓർമ്മിക്കാം. നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് കൈനറ്റിക് തിയറിയെ പറ്റിയാണ്. അത് അവതരിപ്പിക്കുന്നത് മാക്സ്വെല്ലും ബോൾട്സ്മാനുമാണ്. കൈനറ്റിക് തിയറിയുടെ പോസ്റ്റുലേറ്റുകളെ പറ്റി സംസാരിക്കുന്നു. അതനുസരിച്ച് ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് ഓഫ് എ ഗ്യാസ് അറിയപ്പെടുന്ന പേര് ഗ്യാസ് മോളിക്യൂൾസ് എന്നാണ്. ഗ്യാസ് മോളിക്യൂൾസ് ഓഫ് എ പർട്ടിക്കുലർ ഗ്യാസ് ആർ സിമിലർ ബട്ട് ദേ ആർ ഡിഫറെന്റ് ഫ്രം ഗ്യാസ് മോളിക്യൂൾ ഓഫ് അതർ ഗ്യാസ്. അടുത്തൊരു പോസ്റ്റുലേറ്റ് ഗ്യാസ് മോളിക്യൂൾ ആർ ഇൻ റാൻഡം മൂവ്മെന്റ്. അതിന്റെ അടുത്തൊരു പോസ്റ്റുലേറ്റ് ദേ കൊളൈഡ് വിത്ത് ഈച്ച് അതർ ആൻഡ് വാൾസ് ഓഫ് ദി കണ്ടെയ്നർ. Pressure of a gas due to the collision of gas molecule on the walls of the container. അടുത്തത് വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾ നെഗ്ലിജിബിൾ കമ്പയർഡ് ടു ദ ടോട്ടൽ വോളിയം ഓഫ് ഗ്യാസ്. അടുത്തത് ആവറേജ് കൈനറ്റിക് എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അടുത്ത പോസ്റ്റുലേറ്റ് there is no interaction, no attraction or repulsion between gas molecule. ഗ്യാസ് മോളിക്യൂൾ തമ്മിൽ അട്രാക്ഷനും ഇല്ല റിപ്പൽഷനും ഇല്ല എന്ന് ഓർമ്മിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൈനറ്റിക് തിയറിയുടെ പോസ്റ്റുലേറ്റ് ആയിട്ട് പറയാം. ഇനി രണ്ടാമത്തെ കൺസെപ്റ്റിലേക്ക് വരാം. അപ്പൊ അതിനുവേണ്ടി ഞാൻ മിക്സ്ചർ ഓഫ് ഗ്യാസസ് എടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഒന്നാമത്തെ വെസലിനകത്ത് നൈട്രജൻ എന്ന ഗ്യാസും ഓക്സിജൻ എന്ന ഗ്യാസും ചേർന്ന മിക്സ്ചർ ഓഫ് ഗ്യാസസ് എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ചേമ്പറിനകത്ത് അമോണിയ എന്നറിയപ്പെടുന്ന ഗ്യാസും HCl എന്നറിയപ്പെടുന്ന HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണെങ്കിലും അത് ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ ഹൈഡ്രജൻ ക്ലോറൈഡ് എന്നറിയപ്പെടുന്ന ഗ്യാസാണ്. അമോണിയ എന്ന ഗ്യാസും ഹൈഡ്രജൻ ക്ലോറൈഡ് എന്നറിയപ്പെടുന്ന മറ്റൊരു ഗ്യാസും ചേർന്ന മിക്സ്ചർ ഓഫ് ഗ്യാസസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് ചേമ്പർ ഉണ്ട്, രണ്ട് പാത്രങ്ങളുണ്ട്, രണ്ട് കണ്ടെയ്നർ ഉണ്ട്. അപ്പൊ അതിൽ ഒന്നാമത്തെ കണ്ടെയ്നറിൽ നൈട്രജനും ഓക്സിജനും ചേർന്ന മിക്സ്ചർ ഓഫ് ഗ്യാസസ് ആണ്. രണ്ടാമത്തെ കണ്ടെയ്നറിനകത്ത് അമോണിയയും HCl ഹൈഡ്രജൻ ക്ലോറൈഡും ചേർന്ന മിക്സ്ചർ ഓഫ് ഗ്യാസസ് ആണ്. അപ്പൊ ഇതില് ഇവർ തമ്മിലൊരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഈ നൈട്രജനും ഓക്സിജനും സാധാരണഗതിയിൽ നോൺ റിയാക്റ്റീവ് ആണ്. അതേസമയം അമോണിയ HCl പോലുള്ള ഒരു ഗ്യാഷ്യസ് മിക്സറിന്റെ പ്രത്യേകത അത് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ വരെ അത് റിയാക്റ്റീവ് ആണ്. ഓക്കെ, അപ്പൊ രണ്ടുപേരും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പൊ എങ്കിൽ എനിക്ക് സംസാരിക്കേണ്ടത് ഈ പറഞ്ഞിരിക്കുന്ന ഗ്യാഷ്യസ് മിക്സറിനെ പറ്റി അല്ല, പകരം ഈ പറഞ്ഞിരിക്കുന്ന ഗ്യാഷ്യസ് മിക്സറിനെ പറ്റിയാണെന്ന് ഓർമ്മിച്ചോണം. അതായത് ഞാൻ ഇനി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ബാധകമായിരിക്കുന്നത് മിക്സർ ഓഫ് നോൺ റിയാക്റ്റീവ് ഗ്യാസസിനെ പറ്റി മാത്രമാണെന്ന് ഓർമ്മിക്കുക. റിയാക്റ്റീവ് ഗ്യാഷ്യസ് മിക്സറിനെ സംബന്ധിച്ചിടത്തോളം ഇനി പറയാൻ പോകുന്ന കൺസെപ്റ്റിന് വാലിഡിറ്റി ഇല്ല എന്ന് ഓർമ്മിക്കുക. അപ്പൊ എങ്കിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, കൈനറ്റിക് തിയറിയിൽ പറഞ്ഞു പ്രഷറിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കൊളിഷനെ പറ്റിയാണെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ നൈട്രജന്റെ പ്രഷർ അത് പ്രഷർ ഓഫ് നൈട്രജൻ എന്ന് എഴുതാം. ഓക്സിജന്റെ പ്രഷർ അത് പ്രഷർ ഓഫ് ഓക്സിജൻ എന്ന് എഴുതാം. അപ്പൊ ഇങ്ങനെ ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തരും എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെ നമ്മൾ പാർഷ്യൽ പ്രഷേഴ്സ് എന്ന് പറയാറുണ്ട്, പ്രഷർ എന്ന് പറയാറുണ്ട്. അപ്പൊ എങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ചേമ്പറിൽ അനുഭവപ്പെടുന്ന ടോട്ടൽ പ്രഷർ എന്താണെന്ന് ചോദിച്ചാൽ അത് പാർഷ്യൽ പ്രഷർ ഓഫ് നൈട്രജന്റെയും പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജന്റെയും സം ആണ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. അപ്പൊ എങ്കിൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഗ്യാസിന് പകരം ഞാൻ പറയുകയാണ് ഒന്നാമത്തെ ഗ്യാസ്, രണ്ടാമത്തെ ഗ്യാസ്, മൂന്നാമത്തെ ഗ്യാസ്, നാലാമത്തെ ഗ്യാസ് എന്ന് പറഞ്ഞു പോയാൽ ടോട്ടൽ പ്രഷർ P = പാർഷ്യൽ പ്രഷർ ഓഫ് 1 പ്ലസ് പാർഷ്യൽ പ്രഷർ ഓഫ് 2 പ്ലസ് പാർഷ്യൽ പ്രഷർ ഓഫ് 3 പ്ലസ് പാർഷ്യൽ പ്രഷർ ഓഫ് 4 എന്ന് പറഞ്ഞ് നമുക്ക് പറഞ്ഞു പോകാമെന്ന് ഓർമ്മിച്ചോളാം. ഓക്കെ, അപ്പൊ പറഞ്ഞു എത്രയേ ഉള്ളൂ. ടോട്ടൽ പ്രഷർ ഓഫ് എ, ഈ കാര്യം എടുത്തു പറയണം, ടോട്ടൽ പ്രഷർ ഓഫ് എ നോൺ റിയാക്റ്റീവ് മിക്സ്ചർ ഓഫ് ഗ്യാസസ് ഈസ് ദ സം ഓഫ് പാർഷ്യൽ പ്രഷർ ഓഫ് ഈച്ച് ഗ്യാസസ് അല്ലെങ്കിൽ ഡിഫറെന്റ് ഗ്യാസസ്. അതായത് പറഞ്ഞ എത്രയേ ഉള്ളൂ, ടോട്ടൽ പ്രഷർ ഒരു നോൺ റിയാക്റ്റീവ് ഗ്യാസസ് മിക്സറിന്റെ പ്രത്യേകത അതിനകത്ത് അനുഭവപ്പെടുന്ന ടോട്ടൽ പ്രഷർ എന്ന് വെച്ചാൽ ഓരോ ഇൻഡിവിജ്വൽ ഗ്യാസിന്റെ പാർഷ്യൽ പ്രഷറിന്റെ സം ആയിരിക്കും എന്ന് പറയുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് കൺസെപ്റ്റ് ഉണ്ട്. ആ ഇൻട്രസ്റ്റിംഗ് കൺസെപ്റ്റ് അറിയപ്പെടുന്ന പേര് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ് എന്നാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്ന രണ്ടാമത്തെ ഹെഡിങ് അതാണ്, Dalton's law of partial pressures ആണ്. അത് എന്താണെന്ന് ചോദിച്ചാൽ the total pressure of a non-reacting mixture of gases is the sum of partial pressures of each gases എന്ന് പറയാം. ഓക്കെ, അതിനൊരു മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ് എഴുതിയാൽ P = P of nitrogen plus P of O2 എന്ന് എഴുതാം, അല്ലെങ്കിൽ P = P1 plus P2 plus etc നമുക്ക് എഴുതാം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം ചോദിക്കാറുണ്ട്, Dalton's law of partial pressures is not valid for the gaseous mixture of അമോണിയ ആൻഡ് HCl. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം അത് റിയാക്റ്റീവ് ഗ്യാഷ്യസ് മിക്സർ ആണെന്ന് ഓർമ്മിക്കുക.
ഓക്കെ. അപ്പൊ ഇതുപോലെ ബന്ധപ്പെട്ട് മറ്റൊരു കൺസെപ്റ്റ് ചെറുതായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറയാറുണ്ട്, പ്രഷർ ഓഫ് വാട്ടർ വേപ്പർ. അപ്പൊ എപ്പോഴും നമ്മൾ സാധാരണ പിന്നെ ഗ്യാസിനെ വാട്ടറിന്റെ ഡൗൺവേർഡ് ഡിസ്പ്ലേസ്മെന്റിലൊക്കെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ വാട്ടറിനകത്ത് ഗ്യാസിനെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് അനുഭവപ്പെടുന്ന ടോട്ടൽ പ്രഷർ, ഗ്യാസിന്റെ ടോട്ടൽ പ്രഷർ എന്ന് വെച്ചാൽ ഗ്യാസിന്റെ പ്രഷറിന്റെ കൂടെ വാട്ടർ വേപ്പറിന്റെ പ്രഷറും കൂടെ ചേർന്നിരിക്കും. ഒന്നുകൂടെ പറയാം, സാധാരണ ഗ്യാസിനെ നമ്മൾ വാട്ടറിനകത്ത് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് പുറത്തു വരുന്ന ആ ഗ്യാസിന്റെ ടോട്ടൽ പ്രഷർ എന്ന് വെച്ചാൽ പ്രഷർ ഓഫ് ഗ്യാസ് മാത്രമല്ല, പ്ലസ് പ്രഷർ ഓഫ് വാട്ടർ വേപ്പർ എന്നും പറയാറുണ്ട്, വേപ്പർ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഡോൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷറിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ വാട്ടർ വേപ്പറിന്റെ പ്രഷറിന് ഒരു പേര് വേണം, എങ്കിൽ വാട്ടർ വേപ്പറിന്റെ പ്രഷർ അറിയപ്പെടുന്ന പേര് അക്വസ് ടെൻഷൻ എന്ന് ഓർമ്മിച്ചോണം. അപ്പോൾ ഡോൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷേഴ്സിന്റെ മറ്റൊരു ആപ്ലിക്കേഷൻ ആയിട്ട് അക്വസ് ടെൻഷന്റെ കാര്യം അവിടെ ഓർമ്മിക്കാം. പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു ഗ്യാസിനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് വാട്ടറിനകത്താണെങ്കിൽ ആ ഗ്യാസിന്റെ ടോട്ടൽ പ്രഷർ നോക്കുന്ന സമയത്ത് ഗ്യാസിന്റെ മാത്രം പ്രഷറാണല്ല കാണുന്നത്, പകരം ആ വാട്ടർ വേപ്പറും കൂടി ചേർന്ന പ്രഷറായിരിക്കും സാധാരണ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രഷർ ഒബ്സർവ്ഡ് ഈക്വൽ ടു, അത് പ്രഷർ ഓഫ് ഗ്യാസ് മാത്രമല്ല, പ്രഷർ ഒബ്സർവ്ഡ് ഈക്വൽ ടു പ്രഷർ ഓഫ് ഗ്യാസ് പ്ലസ് പ്രഷർ ഓഫ് വാട്ടർ വേപ്പർ ആണ്. പ്രഷർ ഓഫ് വാട്ടർ വേപ്പറിനെ വിളിക്കേണ്ട പേര് അക്വസ് ടെൻഷൻ എന്ന് ഓർമ്മിക്കുക. ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ രണ്ട് കാര്യങ്ങളാണ് സംസാരിച്ചത്. ഒന്നാമത്തെ കാര്യം പോസ്റ്റുലേറ്റ് ഓഫ് കൈനറ്റിക് തിയറിയാണ്. രണ്ടാമത്തെ കാര്യം ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷേഴ്സും അതുമായിട്ട് ബന്ധപ്പെട്ട അക്വസ് ടെൻഷനും അതുമായിട്ട് ബന്ധപ്പെട്ട അമോണിയ HClന്റെ കഥയും കൂടെ പറഞ്ഞു. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നല്ലവണ്ണം പഠിക്കുക. ബാക്കിയുള്ള കൺസെപ്റ്റുകളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം.